ഒത്തുചേരലിന്റെയും പ്രതീക്ഷയുടെയും ഒരുമയുടെയും ദിനം കൂടിയാണ് തിരുവോണം. ഇല്ലായ്മകളും പ്രതിസന്ധികളും മറന്ന തിരുവോണം ആഘോഷിക്കുകയാണ് ലോകമെമ്പാടുമുള്ള മലയാളികൾ. വറുതിയുടെ കർക്കിടകത്തിനു ശേഷം പൂക്കളവും പൂവിളിയുമായി സമൃദ്ധിയുടെ പൊന്നോണം എത്തുമ്പോൾ നാടും നഗരവും ആഘോഷത്തിമിർപ്പിലാണ്. ഗൃഹാതുര സ്മരണകളുടെ തിരയിളക്കമാണ് മലയാളികൾക്ക് എന്നും ഓണം. ജാതിമതഭേദമന്യേ സകലരും ആഘോഷിക്കുന്ന ഉത്സവം. ഓണസദ്യയും പൂക്കളവും പുലിക്കളിയുമൊക്കെയായി കുടുംബത്തിനും കൂട്ടുകാർക്കുമൊപ്പമാണ് മലയാളികളുടെ ഓണാഘോഷം. വാമനൻ പാതാളത്തിലേക്ക് ചവിട്ടിത്താഴ്ത്തിയ മഹാബലി രാജാവ് തന്റെ പ്രജകളെ കാണാൻ എത്തുന്നു എന്നതാണ് ഓണക്കാലത്തെക്കുറിച്ചുള്ള ഐതിഹ്യം. ഐതിഹ്യങ്ങൾ പലതുണ്ടെങ്കിലും കേരളത്തിന് ഓണം എന്നത് വിളവെടുപ്പിന്റെയും അവയുടെ വ്യാപാരത്തിന്റെയും കൂടി ഉത്സവമാണ്. കുടുംബത്തോടൊപ്പം ഇരുന്ന് സദ്യ കഴിക്കുക എന്നതാണ് ഓണാഘോഷത്തിൽ പ്രധാനം. മരുമക്കളും അമ്മായിമാരും മക്കളും എല്ലാവരും ഒത്തുകൂടി ഭക്ഷണമൊക്കെ കഴിക്കുക. സദ്യ തന്നെയാണ് പ്രധാനം. സദ്യക്ക് എല്ലാ കറികളും ഉണ്ടാവും. എല്ലാവരും ഒന്നിച്ചിരുന്ന് പച്ചക്കറികളൊക്കെ അരിഞ്ഞ് അതൊരു ഉത്സവം തന്നെയായിരുന്നു ശരിക്കും അന്നത്തെ. അതേ കുശലം പറഞ്ഞ് പണ്ടത്തെ എല്ലാവരും ഒത്തുചേർന്നിട്ടുള്ളൊരു നല്ലൊരു ദിവസം കൂടിയാണ് തിരുവോണം. ഇനി ഓണക്കളികളുടെ ഊഴമാണ്. ഇത് കുടുംബത്തോടൊപ്പമുള്ള ഓണാഘോഷത്തിന് മാറ്റുകൂട്ടുന്നു. നിറവിന്റെയും പരിശുദ്ധിയുടെയും തുമ്പപ്പൂവിന്റെയും നൈർമല്യത്തോടെ പൊന്നോണത്തെ വരവേൽക്കാം. പൂക്കാലം പോലെ ജീവിതവും വർണ്ണാഭമായി തീരട്ടെ. അമൃത ടിവിയുടെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.